സങ്കീർത്തനം 3, മൂന്നാം സങ്കീർത്തനമാണ് ഇന്ന് പറയുന്നത് വായിച്ചു കേട്ടത്. മൂന്നാമത്തെ സങ്കീർത്തനം കാണാപ്പാടം മനപ്പാടം അറിയാവുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ വായിക്കാറുള്ള സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സങ്കീർത്തനത്തിൽ കടുത്ത നിരാശയിൽ നിന്ന് പൂർണ്ണ ആശ്രയത്തിലേക്കുള്ളൊരു മാറ്റം ദൃശ്യമാണ്. കടുത്ത നിരാശയാണ്, ആ നിരാശയിൽ നിന്നും പൂർണ്ണമായ ഒരു ആശ്രയത്തിലേക്ക് മാറ്റം വരുന്ന ദൃശ്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങളിൽ 8 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്, ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ദാവീദിന്റെ സങ്കീർത്തനം എല്ലാം ശ്രദ്ധിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓടിപ്പോയപ്പോൾ, പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ, ദൈവം വിടുവിച്ചപ്പോൾ, ദൈവത്തിന്റെ നന്മകൾ ഏറ്റെടുത്തപ്പോൾ, ശത്രു ആക്രമിക്കാൻ വന്നപ്പോൾ, മുൻപിലും പിൻപിലും ഇടത്തും വലത്തും എല്ലാം പ്രതികൂലത്തിന്റെ വൈരികൾ ഉയർന്നപ്പോൾ, അവിടെ എല്ലാം ദൈവത്തിന്റെ കാലം ഇറങ്ങിയപ്പോഴൊക്കെ ദൈവം ദാവീദ് പാടി സന്തോഷിച്ചു. ഇതിൽ കൂടെ ഞാൻ ഈ സംഘത്തിനുമായി ബന്ധപ്പെടാത്തൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഉപകാരങ്ങളും നന്മകളും വിടുതലുകളും അനുഗ്രഹങ്ങളും ചൊല്ലുമ്പോൾ ദൈവത്തിനെ അപ്പോൾ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തിക്കോണം. കിട്ടിയതിന് കിട്ടാൻ വേണ്ടി സ്തോത്രം പറഞ്ഞ്, ശത്രുവിനെ വിടുവിക്കാൻ വേണ്ടി സ്തോത്രം പറഞ്ഞിട്ട് വിടുവിച്ചു കഴിയുമ്പോൾ അവനവന്റെ വഴിക്ക് പോകരുത്. ദാവീദ് ഉദാഹരണമാണ്. ശത്രുവിന്റെ ആരവാരങ്ങളും പീഡകളും അക്രമങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും പരിശോധനകളും ഒക്കെ ഏറി വന്നപ്പോഴും ദാവീദ് പെടുമ്പോഴും മുൻപിലും പിൻപിലും താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഒക്കെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുന്ന, സങ്കടം ബോധിപ്പിച്ച് ദൈവത്തോട് പറയുന്ന ഒരു മനോഭാവമുണ്ട്. നമ്മൾ കിട്ടാൻ വേണ്ടി സ്വന്തം പറയും, കിട്ടാൻ വേണ്ടി ആരാധിക്കും, കിട്ടാൻ വേണ്ടി ഉപവസിക്കും, കിട്ടാൻ വേണ്ടി പ്രവാചകനെ വരുത്തും, കിട്ടാൻ വേണ്ടി പാസ്പോർട്ട് റിക്വസ്റ്റ് ചെയ്യും. കിട്ടി കഴിഞ്ഞുള്ള മനോഭാവം എങ്ങനെ? ഇന്ന് പറയും നമ്മെ തന്നെ ഞാൻ ഉൾപ്പെടെ ഇവിടെ പറയുന്നു, ദൈവസന്നിധിയിൽ താൻ ദൈവസന്നിധിയിൽ പാടുക. 1-2 വാക്യങ്ങൾ വായിച്ചു തരാം. മതി. ശത്രുക്കളാൽ സ്തംഭിച്ചു പോയ ഒരു ദാവീദിനെയാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. ശത്രുക്കളാൽ സ്തംഭിച്ചു. അവിടെ പറയുക, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, ഒന്നല്ല ഒന്നിലധികം പേരാകുന്നു. അവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പലരും പറയുന്നുണ്ട്. എല്ലാരും പറയാ അവന് രക്ഷയില്ല, അവൻ തീർന്നു, അവൻ അസ്തമിച്ചു, അവന്റെ പരിപാടി തീർന്നുപോയി, ഇനി അവനൊരു ഉയർപ്പില്ല, ഇനി അവനൊരു മുന്നേറ്റമില്ല, ഇനി അവൻ തളരും, ഇനി അവനൊരു ചുവടുകൾ വെക്കത്തില്ല, ഇനി അവൻ ശുശ്രൂഷിക്കത്തില്ല, ഇനി അവൻ പ്രസംഗിക്കത്തില്ല, ഇനി അവൻ സഭാജാതി ചെയ്യത്തില്ല, ഇനി ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കത്തില്ല, അവനെ ഞാൻ തീർന്നു എന്ന് ശത്രു പറയുമ്പോൾ നിന്നെ കുറിച്ച് അന്ത്യവിധി പറയുന്നത് പിശാചല്ല, നിന്നെ കുറിച്ച് അന്ത്യ കൽപ്പന പുറപ്പെടുവിക്കുന്ന സാത്താനല്ല. നിനക്ക് വേണ്ടി ചങ്കിലെ ചോര ഊറ്റി തന്ന അരുമനാഥനായ കർത്താവ് പറയാണ്, നീ തീർന്നിട്ടില്ല, നിന്നെ ജീവിപ്പിക്കുന്ന ശക്തീകരിക്കുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ വിധികളല്ല ദൈവത്തിന്റെ വിധി, മനുഷ്യന്റെ പ്ലാനുകളല്ല ദൈവത്തിന്റെ പ്ലാൻ, മനുഷ്യന്റെ പദ്ധതികളല്ല ദൈവത്തിന്റെ പദ്ധതി, മനുഷ്യന്റെ ആലോചനകളല്ല ദൈവത്തിന്റെ ആലോചന, മനുഷ്യന്റെ ഗൂഢാലോചനയല്ല ദൈവത്തിന്റെ ആലോചന, മനുഷ്യന്റെ ഗമനാഗമനങ്ങളല്ല ദൈവം ഒരുവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഗമനാഗമനങ്ങൾ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്നവരോട് പറയട്ടെ, ദാവീദിനെ കുറിച്ച് പലരും പറയുക, ശത്രുക്കൾ പറയുക, തീർന്നു, അവന് രക്ഷയില്ല, സ്തംഭിച്ചു പോയവരെ പോലെയാകുക. എന്നിട്ടും ഒറ്റയ്ക്ക് അവരുടെ ഭീഷണിയെ താൻ നേരിടുക. ഈ ഒറ്റയ്ക്ക് ഭീഷണിയെ നേരിടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 27 സങ്കീർത്തനമൊക്കെ അതിന് പിൻബലമായി പറയുന്ന സങ്കീർത്തനമാണ്. യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും, എന്റെ രക്ഷയാണ്, എന്റെ ചുറ്റും പരിചയമാണ്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ
എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി വസിക്കും. ആരെല്ലാം എതിർത്താലും എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. എന്റെ ശരീരത്തെ രോഗത്തിന്റെ തന്നങ്ങൾ വരുമ്പോഴും, എന്റെ മനസ്സിന് അസ്വസ്ഥതകൾ നേരിടുമ്പോഴും, എന്റെ വഴികൾ അടയപ്പെടുമ്പോഴും, ഇന്ന് പകരം എനിക്ക് കർത്താവിന്റെ സന്നിധി ദൈവമക്കളുടെ മധ്യത്തിൽ നിന്ന് സാക്ഷ്യം പറയപ്പെട്ടു. എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരു പ്രോസ്പെരിറ്റിയുടെ സമൃദ്ധിയുടെ ഭാഗമല്ല പറയുന്നത്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ, യേശുവിന്റെ കരത്തിൽ പിടിച്ച് യാത്ര ചെയ്ത മക്കൾ അധൈര്യപ്പെട്ടു പോകുന്നത് കർത്താവിന്റെ ഹിതപ്രകാരം നിയോഗത്തോടെ മുമ്പോട്ട് പോകണം. ഒറ്റയ്ക്ക് അവരുടെ ഭീഷണിയെ നേരിടുക. ദൈവം കൈവിട്ടതിന്റെ കാരണം സ്വന്തം തെറ്റുകളാണ് നേരിട്ട് ദൈവത്തോട് പറയുക. അത് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ദൈവം പലപ്പോഴും കൈവിടുമ്പോൾ അന്നേരം അഭിമാനത്തോടെ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ ക്രെഡിറ്റ് എടുക്കുന്ന ആളാണ്, എനിക്കൊരു കുഴപ്പമില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആളുകൾ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പാസ്റ്ററെ എനിക്കെന്താ ഇത്ര പരിശോധന, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ വഴി തുറക്കാത്തെ, എന്താ ഭയങ്കര പ്രാർത്ഥനക്കാരനാന്ന് പറയാം. ഇല്ലെന്നേ, ചുമ്മാതാ. നിങ്ങൾ ചിലപ്പോൾ അരമണിക്കൂർ പ്രാർത്ഥിക്കും, ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയുടെ ബലമൊന്നും അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് കുറഞ്ഞു പോയെന്നല്ല, മാത്രമല്ല പറയുന്നത്, നമുക്കാർക്കും നാം ദൈവസന്നിധിയിലൊന്നും ഒന്നും ആയിട്ടില്ല. നാം ഒന്നും ആയിട്ടില്ല. നമുക്ക് ശൂന്യതയുടെ വരമ്പിലാണ് നിൽക്കുന്നത്. ആ പാളത്തിലാണ് നിൽക്കുന്നത്, ആ ലൈനിലാണ് നിൽക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന ദൈവകൃപയിലേക്ക് നാം വരാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും ദൂതുകൾ കേൾപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും മെസ്സേജുകൾ, സന്ദേശങ്ങൾ കേൾപ്പിക്കുന്നത്. സ്വപ്നത്തിൽ കൂടെ, പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ, വാക്യത്തിലൂടെ, പാട്ടിലൂടെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിക്കുന്നത് നാം ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇന്ന് ആൾക്കാരും അഭിമാനത്തോടെ നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിന്റെ സന്നിധി പറയണം, കർത്താവേ ഞാൻ കുറവുള്ളവനാണ്, ഞാൻ കുറവുള്ളവളാണ്, എന്റെ കുറവുകൾ പരിഹരിക്കണമേ. ഞാൻ നേരിടുന്ന പ്രതിസന്ധി, ഞാൻ നേരിടുന്ന പ്രതിബന്ധങ്ങൾ, ഞാൻ നേരിടുന്ന മറ്റ് സാഹചര്യങ്ങൾ കർത്താവെ അതിൽ നിന്ന് വിടുവിപ്പാൻ അങ്ങേക്ക് കഴിയും. ഈ ഒറ്റയ്ക്ക് ഭീഷണി നേരിടുമ്പോഴും, ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോഴും എന്റെ താങ്ങുന്ന ഒരു കരമുണ്ട്. എന്റെ കുറവുകൾ എന്റെ തളർച്ചയ്ക്കോ, എന്റെ പിന്മാറ്റത്തിനോ, എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടിനോ കാരണമായി തീരരുത് എന്ന് തുറന്ന ഹൃദയത്തോടെ പറയുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദിവസം അടുത്ത് വരിക. അപ്പൊ ദൈവം കൈവിട്ടതിന്റെ കാരണം സ്വന്തം തെറ്റുകളാണ് നേരിട്ട് പറയുക. ഈ സങ്കീർത്തനത്തിൽ സേര എന്ന വാക്കോടുകൂടെ ആ ഭാഗം അവസാനിക്കുന്നുണ്ട്. സേര എന്നാണ് മുൻകാലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 71 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 71 times, 71 പ്രാവശ്യം സേര എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സേര എന്ന പദത്തിന് പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഉച്ചത്തിൽ വാദ്യോപകരണങ്ങൾ വായിച്ച് പാടാനുള്ള ഒരു അടയാളമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, രണ്ട്, പാട്ട് നിർത്താനോ നിർത്തിയിട്ട് ചിന്തിക്കാനോ ഉള്ള അടയാളം. ഇതൊരു പാട്ടാണ്, ഇതൊരു ഗാനമാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കുള്ള ഒരു പാട്ടാണ്. അപ്പൊ പാട്ട് നിർത്താനോ നിർത്തിയിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കുക ഉള്ള ചിലരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആവർത്തിക്കുക, ആ വാക്ക്, ആ പാട്ട് വീണ്ടും ആവർത്തിക്കുക. നമ്മൾ 1, 2, 3 പ്രാവശ്യം ചില പാട്ട്, ഉദാഹരണം നമ്മൾ പാടിയ പാട്ട ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. ആത്മാവിലാക്കാൻ വേണ്ടി പാടില്ല, ഇടയ്ക്ക് അതൊന്നുകൂടെ മനസ്സിലേക്ക് കയറുക. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. ആരോടാ? സാമിനോട് പറയുക, നിങ്ങളോടല്ല പറയുന്നത്. നീ എന്ന് പറയുമ്പോൾ നിങ്ങളെ അവനവനോടാ പറയുന്നത്. ഒന്നുകൂടെ ചിന്തിച്ച് പാടിക്കോ. ദിനം ദിനം നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനം പാടി. ഇപ്പം നമ്മൾ വിചാരിക്കും മുന്നിൽ ഇരിക്കുന്ന അടുത്ത മരത്തിലിരിക്കുന്ന മുന്നോടാണ് നമ്മൾ പാടുന്നത്. പാടടി അങ്ങോട്ട്, നീ പാടടാ അങ്ങോട്ട്. അങ്ങനല്ല, അവരവരോടാ ഉത്തേജിപ്പിക്കുന്ന ആ പാട്ട്. അതുകൊണ്ട് പറയുക, അവിടെ നിർത്തി ചിന്തിക്കുക. 3:3 വായിക്കാമോ? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവരും ആകുന്നു. ദാവീദ് തന്റെ ദൃഷ്ടി ശത്രുക്കളുടെ മേൽ നിന്ന് മാറ്റി യഹോവയുടെ മേലാക്കിയപ്പോൾ മനോഭാവം അപ്പാടെ എന്ത് ചെയ്യുക? മാറുകയാണ്.
എന്ത് ചെയ്യാ? ദാവീദ് തന്റെ ദൃഷ്ടി ശത്രുക്കളുടെ മേൽ നിന്ന് മാറ്റി യഹോവയുടെ മേൽ ആക്കിയപ്പോൾ മനോഭാവം എന്ത് ചെയ്യാ? മാറുക. ശ്രദ്ധിക്കണേ, ഈ നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ നമുക്ക് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പുറത്ത് ഇന്നാലിങ്ങനെ പറഞ്ഞു, സഭായോഗത്തിന് ചെന്നപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതല്ലാതെ സ്വതന്ത്രം പറയാൻ സമയമില്ല. നമ്മുടെ മനോഭാവത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കർത്താവിനെ ശ്രദ്ധിച്ചു. നിങ്ങളുടെ വിഷയങ്ങൾ നാട്ടും മിണ്ടിയില്ല, ഉപ്പാപ്പം വിളിച്ചില്ല, പിള്ളേർ ഒരാഴ്ചയായി വിളിച്ചിട്ട് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ആഴ്ച വിളിച്ചോണ്ടിരുന്നതാണ്, സഭയുടെ പാസ് 2 മാസമായി വീട്ടിൽ വന്നിട്ട് ഈ പുള്ളിക്ക് എന്താ സമയം? ഇതൊന്ന് ചോദിച്ചോണ്ടിരിക്കേണ്ട. കർത്താവിന്റെ സന്നിധി എന്ത് ചെയ്യുക? കർത്താവിലേക്ക് നോക്കണം. ദൃഷ്ടി പറയേണ്ടതൊക്കെ പറയണം, പക്ഷേ മനോഭാവത്തിന് ദൃഷ്ടി ശത്രുക്കളുടെ മേൽ നിന്ന് മാറ്റി യഹോവയുടെ മേലാക്കുമ്പോൾ മനോഭാവത്തിന്, മൈൻഡിന് വ്യത്യാസം വരികയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ശത്രുക്കളെ നോക്കി അവൻ വാളുന്നു, അവൻ അടിക്കാൻ വരുന്നു, അവൻ വെല്ലുവിളിക്കുന്നു, നാളെ നിന്നെ കാണിച്ചു തരാന്ന് പറയുന്നു. ഇസ്രായേലിന്റെ വെല്ലുവിളിയെ മാത്രം ശ്രദ്ധിച്ചപ്പോഴാ ഏലിയാവിന്റെ ബലം പോയത്. ആരാ? തീ ഇറക്കിയവനാ. ഞാൻ എന്റെ പിതാക്കന്മാരെ കാട്ടി വിട്ടു നല്ലവനല്ലല്ലോ, എന്റെ പ്രാണനെ എടുത്തു. വെല്ലുവിളി നാളെ ഈ നേരത്ത്, നാളെ ഈ നേരത്ത്. ഇത് മാത്രമേ ചെവി കേൾക്കുന്നുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ആ സ്പർശനം കേൾക്കുന്നതിന് പകരം നാളെ ഈ നേരത്ത് ഉടങ്ങാൻ കിടക്കുമ്പോഴാണ്, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ്, യോഗത്തിന് വന്നിരിക്കുമ്പോഴാണ് ഇന്നലത്തെ വെല്ലുവിളിയായി ചെവി പറയുന്നത്. നാളെ ഈ നേരത്ത് എങ്ങനെ വൈകിട്ട് പോകുന്നേ? നാളെ ഞാൻ എന്തോ ചെയ്യും? ഈ സമയത്ത് എന്നെ തകർക്കും. ഇതിങ്ങനെ തലച്ചോറിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേനും മനോഭാവത്തിന് ഇടിച്ചിൽ സംഭവിക്കുക, മന തകർച്ച ഉണ്ടാക്കി. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, സ്തോത്രം പറയാൻ പറ്റുന്നില്ല, ആരാധനയ്ക്ക് വരാൻ കഴിയുന്നില്ല, ഏകാഗ്രതയോട് ദിവസം ഇരിക്കാൻ കഴിയുന്നില്ല. ആകപ്പാടെ മനോഭാവം തകർന്ന് തരിപ്പണമായി വെല്ലുവിളി മാത്രം, വെല്ലുവിളിയാ മുന്നിൽ നിൽക്കുന്നത്. ആ ദൃഷ്ടി ശത്രുവിന്റെ വെല്ലുവിളിയുടെ കേൾവി, ആ കാഴ്ച നമ്മുടെ മനസ്സിൽ മാനുഷികമായിട്ട് അതിങ്ങനെ അലയടിക്കും. എങ്കിലും അതിൽ നിന്ന് ദൃഷ്ടി മാറ്റിയിട്ട്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നാണ്? യഹോവയിലോട്ടൊന്ന് നോക്കാൻ. അങ്ങനെ ചേട്ടാ മുട്ടും മടക്കണം, പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ വിഷയം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക, ഈ മനോഭാവം എന്റെ പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇരുത്തത്തില്ല, ആ സമയത്ത് ഇരുത്തത്തില്ല, നമ്മളെ എഴുന്നേൽപ്പിക്കുക. ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത വെല്ലുവിളി പിന്നെ ചെവി കിടക്കുന്നത്. അപ്പോൾ ആ മനോഭാവം അപ്പഴേ മുന്നോട്ട് വരാം. പറയാം, യഹോവ തന്റെ വലിയ മഹത്വം തല ഉയർത്തുന്നവനുമാണെന്നുള്ള കാര്യം യഹോവയിലേക്ക് ദൃഷ്ടി വെച്ചപ്പോൾ, ആശ്രയിച്ചപ്പോൾ തനിക്ക് ഉടനെ മനസ്സിലായി. അപ്പോൾ മനോഭാവത്തിന് മാറ്റം ഉണ്ടാകണം. ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണം. ഞാൻ പല സമയങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 16:15 ശീമോൻ പത്രോസ് പറയുന്നുണ്ട്, കർത്താവിനോട് പറയുന്നുണ്ട്, പലരും യേശുവിനെ കുറിച്ച് ഓരോ മനോഭാവങ്ങളാണ് പറയുന്നത്, ഓരോ കാഴ്ചപ്പാടാണ് പറയുന്നത്. ചിലർ പറയുന്നു യേശു യോഹന്നാൻ സ്നാപകനാണെന്ന്, ചിലർ പറയുന്നു ഏലിയാവാണെന്ന്, മറ്റു ചിലർ പറയുന്നു ഇരമ്യാവാണെന്ന്, മറ്റു ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന്. ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകളാണ് പറയുന്നത്. ശിമോനോട് പറഞ്ഞു, മനുഷ്യപുത്രനെ കുറിച്ച് മനുഷ്യർ, ജനങ്ങൾ പലതും പറയുന്നു. നിനക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ? നിനക്ക് എന്നെ കുറിച്ചുള്ള അറിവ് എന്താ? നിന്റെ മനോഭാവം എന്താ? നിന്റെ മനസ്സിലുള്ള കാര്യം എന്താ? അപ്പം ദൈവദാസൻ ശിമോൻ പറയുക, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ശിമോനോട് കേട്ട, വലിയവനായ ശിമോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത്. മനോഭാവം മാറണം. നമ്മുടെ കർത്താവ് ആരാ? ശത്രുവിന്റെ വെല്ലുവിളിയാണോ രാത്രി കേട്ടോണ്ടിരിക്കുന്നത്? നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളാണോ നിങ്ങളുടെ തലച്ചോറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ചോറിനുമ്പോഴും, കുളിക്കുമ്പോഴും, നനയ്ക്കുമ്പോഴും, പോകുമ്പോഴും, നിങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യുമ്പോഴും, ആരാധനയ്ക്ക് വരുമ്പോഴും എല്ലാം നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളാണോ മനസ്സിലിരിക്കുന്നത്? ഇന്ന് പറയാം, യേശുവിന്റെ നാമത്തിൽ ആ ചിന്തകൾ മാറട്ടെ, ആ മനോഭാവങ്ങൾ മാറട്ടെ, ശത്രുവിന്റെ വെല്ലുവിളി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതൽ നൽകട്ടെ. എനിക്കെതിരെ വരുന്ന വെല്ലുവിളികൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അധികാരത്തോടെ കൽപ്പിക്കാൻ കഴിവുണ്ടോ? അധികാരത്തോടെ പറയാൻ കഴിവുണ്ടോ? വെല്ലുവിളികളൊന്നും വിഷയമല്ല കേട്ടോ.
സാധിക്കുന്നതല്ല, വിഷമങ്ങൾ വരും. പക്ഷേ ദാവീദ് ഈ ഭാഗം ഇവിടെ പറയുമ്പോൾ ദാവീദിന് ബുദ്ധിമുട്ടുണ്ട്, ചുറ്റും അസ്വസ്ഥതയാ, നമ്മുടെ കൂട്ടൊക്കെയുള്ള അനുഭവങ്ങളാണ്. പക്ഷെ ഇത് നമ്മളെ മാനസികമായി ഇട്ട് നമ്മളെ ഞെരുക്കി ഒടുക്കി നമ്മളെ ഒരു നിർജീവ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ പാട്ടുകളെയും നമ്മുടെ സ്വതന്ത്രം പറച്ചിലുകളെയും നമ്മുടെ ആഹാരം കഴിക്കുന്ന അവസ്ഥകൾ കഴിയും, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം കഴിയും, മുഖത്തെ സന്തോഷം കളയും, ചിരി കളയും, കൈ കൊടുക്കുന്നത് കളയും, ബന്ധങ്ങൾ കളയും, ഇതെല്ലാം കളയും. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുകയാണ്, മനോഭാവത്തിന് മാറ്റം ഉണ്ടാകണം. പാസ്റ്ററുടെ വിശ്വാസികളുടെ ഒക്കെ മനോഭാവത്തിന് എന്ത് ചെയ്യണം? മാറ്റം ഉണ്ടാകണം. മനോഭാവത്തിന് മാറ്റമുണ്ടായാൽ എന്തെല്ലാം വന്നാലും കർത്താവ് പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്റെ കർത്താവാണ് എന്നെ വിളിച്ചേക്കുന്നത്, എന്റെ കർത്താവ് എനിക്ക് തക്ക തുണയായുള്ളത്, എന്റെ കർത്താവിനാണ് ഞാൻ ആശ്രയിക്കുന്നത്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ശബ്ദങ്ങളൊക്കെ ദൈവഹിതപ്രകാരമായിരിക്കും. മനോഭാവം മാറുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരെ കണ്ടാൽ അറിയാം. അവരുടെ വാക്കുകളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം. നമ്മൾ ചെറിയ കാലം പറഞ്ഞില്ലയോ, അവരുടെ അഹങ്കാരി, ആ പെണ്ണുമ്പോൾ ഒരു അഹങ്കാരി, ആ പാസ്റ്ററുടെ ഭാര്യ ഒരു നിഗളി, ആ പാസ്റ്റർ ഒരു അഹങ്കാരം പിടിച്ചവൻ, ആ വിശ്വാസി അങ്ങനത്തെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, പറയാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ മനോഭാവം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശബ്ദങ്ങൾ, നമ്മളെല്ലാം ദൈവപ്രകാരമായിക്കോണം. ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാക്കുപോലും എന്ത് ചെയ്ത് പറയരുത്. വീട്ടിലൊക്കെ ചിലപ്പോൾ പറയും, അപ്പാമ്മമാർക്ക് വിഷമം വരുന്ന കാര്യം എന്ത് ചെയ്യല്ലേ പറയരുത്. ചിലപ്പോൾ നിരാശ വരുമ്പോൾ പെട്ടെന്ന് പറയും, അപ്പഴേ അമ്മയും കയറി എടി പൊടി കൊച്ചുപിള്ളേരൊക്കെ പറയും, നീ ആരാടി? ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ചോദിക്കുന്നതല്ല, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിരിക്കും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശബ്ദങ്ങൾ, സ്തോത്രം പറയുന്ന, അന്യഭാഷ പറയുന്ന നാവ് കൊണ്ട് ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട്. ഞാനിനി നിങ്ങളെ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞേക്കണം കേട്ടോ, ഞങ്ങൾക്ക് കാലം പിടിച്ച് ക്ഷമയും. അമ്മമാരുടെ അച്ഛന്മാരുടെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അങ്ങനെ എന്നെ കൊണ്ട് പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നായിരിക്കും. എന്നാലും ഞാൻ ആരുടെയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളറിയാതെ. ദാവീദ് വിഷമിച്ച, അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ വിഷമം ചെന്നാൽ ആകപ്പാടെ കുഴപ്പം കേട്ടോ. ദൈവസന്നിധിയിലേക്ക് ആ വിഷമം പകർന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ദൈവമേ നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ അന്വേഷിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ, 70, 80, 90 ഒക്കെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നല്ലൊരു സഭ തരുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഒക്കെ പോയി സന്തോഷത്തോടെ യാത്ര ചെയ്ത് പോകാനാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തേക്കുന്നത്, വിളിച്ചേക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടെ സഹോദരൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞായറാഴ്ച ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഖവും എത്ര മനോഹരമാകും. മനോഹരം വേണമെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഐക്യം ഉണ്ടാകുന്ന അനുഭവത്തിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യത്തില്ല. ഒരു കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം വരുന്ന സ്ഥലമാണ്. ഒരു സഭ എന്ന് പറയുമ്പോൾ സന്തോഷം തുളുമ്പി നിൽക്കുന്ന ഒരു കൂട്ടമാണ്. അതിനകത്ത് സന്തോഷമില്ലെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് വരാൻ താല്പര്യം കാണത്തില്ല. പാസ്റ്ററോട് താല്പര്യം നമ്മൾ ആരാധനയ്ക്ക് വരത്തില്ല. ദൈവത്തോട് താല്പര്യം കാണും. ചിലപ്പോൾ അങ്ങനെ പ്രസംഗിക്കാണ്ട് നമ്മൾ പോകുന്നത് മനോഭാവം. ഈ മനോഭാവം നമ്മളെ പലപ്പോഴും എന്ത് ചെയ്യാം, തിന്മയിലേക്ക്, ഒരു ദാരിദ്ര്യത്തിലേക്ക്, ശൂന്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എന്ന് പറഞ്ഞ ദൈവാത്മാവിൽ കൂടെ പറയട്ടെ, നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ആ വലിയ കാഴ്ചപ്പാട് ആർക്ക് ലഭിച്ചു? അബ്രഹാമിന് ലഭിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടു പോകാം. അബ്രഹാം വീട്ടിൽ ചോദിച്ചില്ല, പോട്ടെ 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 പൊക്കോട്ടെ ചോദിച്ചോണ്ട് നിന്നില്ല. സാഹചര്യങ്ങൾ മോശമാണ്, പക്ഷെ ചുവടുകൾ എടുത്തു വെച്ചു, മുമ്പോട്ട് പോയി. അബ്രഹാമിനോട് പറയുകയാണ്, തന്റെ ആ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് മകന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്, യാഗത്തിന്റെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട മനസ്സ് ദൈവസേന വെളിപ്പെടുത്തിയപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ എന്തോ ചെയ്യും, ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. മനോഭാവത്തിന് മാറ്റം വന്നേ കണ്ടോ. കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു കാര്യമാണ് മകൻ. ചോദിച്ചാൽ നമുക്ക് അല്പം വിഷമം വരുന്നതാണ്, പക്ഷെ മനോഭാവത്തിന് മാറ്റം വന്നു. ശത്രുവിനെയൊക്കെ നോക്കിയത്, ദൈവത്തെയാണ് നോക്കിയത്.
ശത്രു എവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞോട്ട്, പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചോണം, ദൈവത്തോട് പ്രാർത്ഥിച്ചോണം, ദൈവമുഖത്തേക്ക് നോക്കിക്കോണം. ഈ കാലഘട്ടത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം വിടരുത്. ദൈവത്തെ മുറുകെ പിടിച്ചാൽ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തെ നോക്കി യാത്ര ചെയ്താൽ ആർക്കും നിന്റെ അവകാശത്തെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. നിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. നിന്റെ ആയുസ്സിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. നിന്റെ കൃപയെ മാറ്റാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. ആ യാത്രയ്ക്കാണ് ബലം ദൈവം നൽകുന്നത്. 3:4 ഞാൻ പെട്ടെന്ന് ലഭിക്കാം. 3:4 മക്കളെ, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അറിയിക്കുന്നു. ഓ, അതൊരു ഉറപ്പാ. അവിടെ കാണുകയാണ്, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് യഹോവ എന്ത് ചെയ്യുന്നുണ്ട്? ഉന്നതമായ ചിന്തയോടെ ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദാവീദ് നമ്മളെ കൂടെ ഒരാളാണ് എന്ന് പറയും. ദൈവമക്കൾക്ക് വിശ്വാസം വേണം. ഉന്നതത്തിൽ ഇരിക്കുന്ന ഒരു അത്യുന്നതനുണ്ട്. ഉന്നതന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഉന്നതമാകുന്ന ചിന്ത, മനോഭാവത്തിന് മാറ്റം വരുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും. അപ്പൊ ദാവീദ് പ്രാർത്ഥിക്കുക, യഹോവ പ്രാർത്ഥന കേട്ടു എന്ന ബോധ്യം തനിക്കുണ്ടായി. ഇന്ന് പറയാനുണ്ടോ ആ ബോധ്യം? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കേട്ടുകൊണ്ടിരിക്കുക. നാളെ കേൾക്കും, കഴിഞ്ഞ നാളുകൾ കേട്ടു. ഇന്ന് പകരം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കുഞ്ഞുങ്ങളെ വിശ്വാസമുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ യേശുപ്പച്ച കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയല്ല, ഞങ്ങളുടെ കൂട്ട വിശ്വാസികളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മാത്രമല്ല, എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന പോലെ എന്റെ പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ദൈവമേ നീ എന്റെ ദൈവമാണ്, എന്റെ ദൈവമാണ്. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്ക് ബലം നൽകുന്നത്. പെട്ടെന്ന് മുമ്പോട്ട് പോകും. 5-6 വാക്യങ്ങളിലൂടെ. ഞാൻ എല്ലാ വാക്യങ്ങളും എല്ലാ ആഴ്ചയും പറയാറില്ല, 1-2 വാക്യം വായിച്ചാൽ നിന്ന്. പക്ഷെ ഇന്ന് ആ ചില വാക്യം ഓർപ്പിച്ച് പറയുന്നുള്ളൂ. ദൈവിക പരിപാലനത്തിന് നിശ്ചയത്തോടെ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യാം? കിടന്നുറങ്ങി. നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുന്നത് ഈ ശത്രുവിന്റെ വെല്ലുവിളിയാണ്. ഈ ശത്രുവിന്റെ വെല്ലുവിളിയും ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളുമാണ് നമ്മളെ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. കല്ല് തലേണയായിട്ട് വെച്ച് ആകെ ഉറക്കമുണ്ട്. ഭീതിയും പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഉറക്കം കിട്ടാത്തവരുണ്ട് എന്ന് പറയുക. ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഭീതിയുടെ ചിന്തകളുണ്ടെങ്കിൽ നമ്മൾ ദിവസം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോണം. കിടന്ന് സുഖകരമായ ഉറക്കത്തെ വെല്ലുവിളിക്കുന്ന ആ വെല്ലുവിളി കേട്ടോണ്ടല്ല, ദാവീദിന് ആ അവസ്ഥ ഉണ്ടെങ്കിലും ദൈവിക പരിപാലനത്തിന് നിശ്ചയത്തോടെ സങ്കീർത്തനക്കാരൻ പറയുക, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്താൽ ആശ്രയിച്ചോണം. സമാധാനം, ആശ്വാസം ദൈവമാണ് നൽകുന്നത്. ഉറക്കമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? കൈവക്കണ്ട. ഉറക്കം നഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? വാർദ്ധക്യ സഹജമായി നമ്മൾ പറയുമല്ലോ, രോചനക്ക് ഒരു ഭരിക്കയില്ല, സഭാപ്രസംഗയില്ല, ഉറക്കം പോവും. പ്രായമുള്ള അപ്പച്ചനമ്മച്ചിമാർക്കൊക്കെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നോളും. ഞാൻ പറഞ്ഞ അല്ലാതെ എന്നും ഉറങ്ങുന്നവർ ഈ ദിവസം ഉറങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഭീതിയുടെ അന്തരീക്ഷത്തിൽ അവർക്ക് വേണ്ടി ഈ സങ്കീർത്തനം ഒന്നുകൂടെ ഓർപ്പിക്കുക. മാസ്റ്ററിന്റെ ഡോക്ടറാണ്, ഉറങ്ങാനുള്ള മരുന്ന് വെച്ച്. ഞാൻ ഒരു മരുന്നുമല്ല പറഞ്ഞ വചനത്തിന്റെ മരുന്ന്. രാത്രി പ്രാർത്ഥിക്കാൻ ദൈവം ഉണർന്നോണം. നമ്മളെ തട്ടി ഉണർത്തും. എഴുന്നേറ്റ് 10 സ്വോത്രം പറഞ്ഞിട്ടാണ് കിടന്നോണം. അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ കിടന്നു പറയുന്നത്, ദൈവം നമ്മളെ നിയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ റൂമിൽ 12 മണി വരെ മൊബൈൽ നോക്കിയിട്ട് പിന്നെ ഭയങ്കര ക്ഷീണോ? നിങ്ങളെ ദൈവം ഒരു സ്വപ്നം കണ്ടു, പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അറിയാവുന്ന ഭാഷയിൽ സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. എക്സാമിന്റെ തലേദിവസമല്ല, എനിക്ക് നാണം കേടായും. കർത്താവിന് മുമ്പിൽ നാണം കെടുന്നവർ എല്ലാവരും മുമ്പിൽ നാണം കെടും. കർത്താവിന് മുമ്പിൽ ലജ്ജയില്ലാത്ത കൈയിരിക്കുകയും പാടുകയും സ്വപ്നം ചെയ്ത് അഭിഷേകത്തോടെ ആരാധിക്കുന്നവർ ഒരിടത്തും ലജ്ജിക്കത്തില്ല. ലജ്ജയില്ലാത്തവർ എവിടേക്ക് പരസ്യം നടത്തുന്ന ദൈവദാസന്മാർ ഈ സമയം ഒത്തിരി പേരുണ്ടല്ലോ. യേശു രക്ഷകനാണെന്ന് പറയാൻ പഠിക്കേണ്ട ആവശ്യമില്ല, തിയോളജി പഠിക്കേണ്ട ആവശ്യമില്ല.
പക്ഷെ ഞാൻ പറയാം, ചില എല്ലാവരും ഓരോ ദൈവകൃപകൾ കൊടുത്തിട്ടുള്ളവരുണ്ട്. ഞാൻ ലജ്ജയുടെ കാര്യം പറഞ്ഞത്. സാക്ഷ്യം പറയാൻ ലജ്ജയുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കണം. പ്രാർത്ഥിക്കാൻ ലജ്ജയുണ്ടോ? അതിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിടുതൽ പ്രാപിക്കണം. കൈയടിക്കാൻ സ്തോത്രം പറയാൻ ലജ്ജയുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതിന് വിടുതൽ പ്രാപിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാൻ, സ്തോത്രം പറയാൻ, അഭിഷേകത്തോട് ആരാധിക്കാൻ ലജ്ജയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പകൽ അതിന് വിടുതൽ പ്രാപിക്കണം. ദൈവസന്നിധിയിൽ ലജ്ജ കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വം അർപ്പിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഒരു പാസ് നിന്റെ തല തൊടണ്ടാതെ. എത്ര അനുഭവങ്ങൾ പറയാൻ പറ്റും? ഇന്ന് പറയട്ടെ, എനിക്ക് ഒത്തിരി അനുഭവം പറയാൻ പറ്റും. എനിക്ക് പാടാൻ പേടിയായിരുന്നു, പ്രാർത്ഥിക്കാൻ പേടിയായിരുന്നു, സാക്ഷ്യം പറയാൻ പേടിയായിരുന്നു, പ്രസംഗിക്കാൻ പേടിയായിരുന്നു. എനിക്ക് ഭയം മാത്രമേ ഉള്ളൂ. ഞാൻ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ലായിരുന്നു. ഇന്ന് പറയട്ടെ, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ വന്ന, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിച്ച, ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ശാപ്പാട് കഴിക്കാനും നമ്മൾ സംസാരിപ്പാനും മാത്രമല്ല നമുക്ക് നാവ് നമ്മേക്കുന്നത്, നമ്മുടെ ഭയത്തെയും ഭീരുത്വത്തെയും മാറ്റുന്ന ദൈവ സാന്നിധ്യം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കും. അഭിഷേകത്താൽ ദൈവം നിറയ്ക്കും. കിടന്നുറങ്ങാനുള്ള ഒരു നല്ല അനുഭവം ദൈവം നമുക്ക് നൽകും. 3:7 വായിച്ചു നിർത്തുക. 3:7 വായിച്ചു. ദൈവം ചെയ്ത പരിപാടിയാണ്. ഇനിയും പ്രാർത്ഥന ആവശ്യമില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് കഴിഞ്ഞ രാത്രി അനുഭവിച്ച കൃപ ഇന്നത്തേക്ക് പര്യാപ്തമാകണമെന്നില്ല. ഓരോ ദിവസവും പുതിയ കൃപ നമുക്ക് എന്താ ആവശ്യം? 8 ചേർത്ത് വായിച്ചു, 7-8 ചേർത്ത് വായിച്ചു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്റെ മേൽ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടോ? ദാവീദ് അനുഭവത്തിൽ കൂടെ പറയുക, ശത്രുവിന്റെ ആരവാര നിമിത്തം, പീഡ നിമിത്തം, വെല്ലുവിളി നിമിത്തം മനസ്സിന് സ്വസ്ഥതയില്ലാതെ, ഉറക്കമില്ലാതെ, കുഞ്ഞുങ്ങളെ ഓർത്ത്, തലമുറകളെ ഓർത്ത്, കൊച്ചുമക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, സഹോദരനെ ഓർത്ത്, ജീവിത പ്രശ്നങ്ങളെ ഓർത്ത്, സമ്പത്തിനെ ഓർത്ത്, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഉറങ്ങാതെ കിടന്ന ദാവീദിനെ പോലെ അലട്ടുന്ന പ്രശ്നങ്ങളുമായി പോകുന്നവർ പറയുക, സമാധാനത്തോടെ കിടന്നുറങ്ങത്തക്കവണ്ണം ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കൃപാകടാശം നിന്റെ തലമേൽ വരത്തക്കവണ്ണം ഇതുപോലെ ദൈവം ഒരു പുതിയ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടെത്തുകയാണ്. ഈ സന്ദേശം ഇന്ന് പകൽ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഒരു വിടുതലായി വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദൈവ വിടുതലായി വ്യാപരിക്കട്ടെ. കുടുംബത്തിന്റെ അകത്തുള്ള ഇരുട്ടുകളെ ദൈവം മാറ്റട്ടെ, അസ്വസ്ഥതകളെ മാറ്റട്ടെ, ഭയം മാറ്റട്ടെ, ഭീരുത്വം മാറ്റട്ടെ. വെല്ലുവിളിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്ന അനുഭവത്തിൽ ശ്രദ്ധിക്കാതെ കർത്താവിനെ കേന്ദ്രീകരിച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ദൈവം ഇന്ന് പകൽ അവസരം നൽകട്ടെ. മനസ്വസ്ഥമായിട്ടുള്ളവരെ ഇന്ന് പകൽ ദൈവാത്മാവിനെ ധൈര്യപ്പെടുത്തുകയാണ്. ഈ പല അസ്വസ്ഥതയുടെ മനസ്സോടെ പോകരുത്, ക്ഷീണിക്കുന്ന മനസ്സോടെ പോകരുത്, ബലഹീനപ്പെട്ട മനസ്സോടെ പോകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ മുൻപോട്ടുള്ള വഴികളെ കുറിച്ച് അനാരസപ്പെട്ടു പോകരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിതമായി ഏൽപ്പിക്കപ്പെട്ടവരായി, ലജ്ജമാറിയവരായി, സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന അനുഭവം ദാവീദിനെ സംബന്ധിച്ച് യഹോവയ്ക്ക് മാത്രമേ ദാവീദിനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ ദാവീദ് രക്ഷ യഹോവയ്ക്കുള്ളത്, ദൈവത്തിന് മാത്രമുള്ളതാണ്. ഈ സങ്കീർത്തന തലക്കെട്ടും അതിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ദൈവ മനുഷ്യന്റെ മനോവൈകല്യം വ്യക്തമാകും. അപ്പോൾ ദാവീദ് ശത്രുക്കളുടെ മുമ്പിൽ അവൻ ലജ്ജിക്കാതെ ദൈവത്തിന്റെ കരം വെളിപ്പെടുക. തന്റെ എതിരാളികളാൽ അന്യരാജ്യക്കാരനായിരുന്നെങ്കിൽ ഇത്ര ക്ലേശമില്ലായിരുന്നു. എന്നാൽ സ്വന്തം മകനായതിനാൽ ദുഃഖവും കയ്പും വളരെ വർദ്ധിച്ചു. എന്റെ നിന്ദിച്ചതൊരു ശത്രുവല്ല എന്ന് ദാവീദ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ സങ്കീർത്തനങ്ങളെ നമ്മൾ ചിന്തിച്ചപ്പോൾ പറയുക, സ്നേഹിതരിൽ നിന്ന്, കൂട്ടു ബന്ധങ്ങളിൽ നിന്ന്, റിലേഷനിൽ നിന്ന് ഉള്ള ബന്ധ പ്രയാസങ്ങളാണ് നേരിട്ടത്. അത് സഹിക്കാവുന്നതിനപ്പുറം ഒരു ദൈവദാസനിൽ നിന്ന്, കൂട്ടുവിശ്വാസിയിൽ നിന്ന്, നമ്മുടെ രക്തബന്ധത്തിൽ നിന്ന് ഒരു വേദന വന്നാൽ അത് ഭയങ്കര വേദനയാണ്. ദാവീദ് ആ അനുഭവത്തിലൂടെ ഇവിടെ കടന്നു പോകുന്നത്.
സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ഇത് തന്റെ യേശു അനുഭവിച്ചത്. ഇതുപോലെ ഇതിനേക്കാൾ വലിയ കൂടെ നിന്ന ശിഷ്യന്മാർ തന്നെ എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. യൂദ, പത്രോസ് പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ട വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. ആരൊക്കെ ശിഷ്യന്മാർ അങ്ങനെ പട്ടണം ഓടിപ്പോയാലും ഞാൻ പോകത്തില്ല. ഭർത്താവ് പറഞ്ഞു, കോഴി കൂവും, അതിനു മുമ്പ് ആ സമയത്ത് നീ എന്നെ തള്ളിപ്പറയും, നീ എന്നെ വിഘടിച്ചു പോകും. നമ്മുടെ ജീവിതത്തിലെ നിൽക്കുന്നെന്നോ ഒക്കെയുള്ള തോന്നലുകളുണ്ടെങ്കിൽ ഇന്ന് പറയട്ടെ, ആ യേശുവിന്റെ ഒറ്റപ്പെടുത്തലുകൾ മനസ്സിലാക്കുകയും യേശു കർത്താവ് അനുഭവിച്ച തിക്താനുകൾ ഓർത്തെ എല്ലാവരും അകന്നുപോയി, എല്ലാവരും ഒറ്റപ്പെടുത്തി, എല്ലാവരും പ്രയാസ സന്ധിയിൽ കൂടെ ആ സമയത്ത് ആരും കൂടെ നിന്നില്ല. ഇതെല്ലാം പിതാവിന്റെ ഹിതമാണ്. ഒരു മനുഷ്യനെ സഹായം കർത്താവിന് ആവശ്യമില്ലായിരുന്നു. അത് പിതാവ് വെച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരിക്കലും പോകത്തില്ല, നിന്റെ കൂടെ ഞാൻ കാണും, മരിക്കേണ്ട വന്നാൽ പിന്മാറത്തില്ല എന്നൊക്കെ പറഞ്ഞവരും കൂടെ നിന്നവർ ഒറ്റിക്കൊടുക്കുകയും പ്രാഗിയും അലക്കുകയും ഞാൻ അവനെ അറിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പോകേണ്ടത് എല്ലാം സംഭവിക്കേണ്ടതായിരുന്നു. അതിന് നടുവിൽ യേശു നമുക്ക് വേണ്ടി സ്നേഹം നൽകി, ജീവൻ നൽകി. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്രെഡിറ്റ് കിട്ടും. ഇന്ന് പറയാം, കൂടെ നിൽക്കുന്നവരാരും കാണണമെന്നില്ല, കൂടെ ആശ്രയിക്കാൻ കൊള്ളാവുന്നവർ ഇന്നും കാണണമെന്നില്ല. എല്ലാവരോടും സ്നേഹിച്ചു, എല്ലാവരോടും സഹകരിച്ചു, പക്ഷെ എല്ലാവരും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകണമെന്നില്ല. എല്ലാവരും മാറുമ്പോഴും ഒറ്റപ്പെടലിലൂടെ പോകുമ്പോഴും യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരണം. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവം ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുക. സമാധാനത്തോടെ സ്വസ്ഥതയോടെ എന്റെ ഉറക്കത്തെ, ഭൗതികമായ ഉറക്കം മാത്രമല്ല, രാത്രി കിടന്ന് ഉറങ്ങുന്ന ഉറക്കം മാത്രമല്ല, സമാധാനത്തെ നഷ്ടപ്പെടുത്തി പകലുകളിലും രാത്രികളിലും സ്വസ്ഥതയില്ലാതെ പല ചിന്തകളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ടെങ്കിൽ, പ്രായമുള്ള ദൈവമക്കളെ നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് ആ വിഷയത്തിന്മേൽ യേശു സൗഖ്യമാക്കാം, യേശുവിന്റെ വിഷയം പരിഹരിപ്പാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ ജീവിതത്തെ, ഉറക്കത്തെ, നിദ്രയെ നഷ്ടപ്പെടുത്തി, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് രോഗത്തിന്റെ വാർത്തകൾ ഉണ്ടാകുമ്പോഴും ഇന്ന് യേശു സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവജനത്തോട് വിളിച്ചു പറയുക, വിചാരപ്പെടുന്ന മനസ്സ്, കലങ്ങുന്ന മനസ്സ്, വേദനപ്പെടുന്ന മനസ്സ്, ചിന്താകുലപ്പെടുന്ന മനസ്സ്, നീ സ്വസ്ഥമായി ദൈവത്തിന്റെ സത്യത്തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിൽ ഉറപ്പോടെ നിൽക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്. നമുക്ക് ബലം നൽകുന്ന, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന, ദൈവസന്നിധി ബലം നൽകുന്ന ഒരു പാട്ടാണ്. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ. ആ പാട്ടിന് ഒന്നിനും ചരണം പാടി ആരാധിക്കാനൊന്നുമല്ല, ആ പാട്ടിന്റെ ചരണം ദൈവനാമ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ സമർപ്പണത്തിന് വേണ്ടി പാടാൻ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി പാടാൻ. ആ പാട്ടിന്റെ ചരണങ്ങൾ നമുക്കൊരു വിഷം പാടാം. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ. പുതിയ വരം അരുളുകയാവിനേഴകൾക്ക് തരികനാഥ. പുതിയ വരം സ്തുതിക്കുന്നേഴകൾക്ക് ജീവൻ കൊടുക്കുന്ന പുതിയ ജീവൻ കൊടുക്കുന്ന പുതിയ ഓ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓ അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടൂ. ഓ അതിരാവിലെ തിരേടുക ഞങ്ങൾക്ക്. ഓരോ ദിവസവും പുതിയ ജീവന്റെ മണ്ണ നൽകി നമ്മളെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രഭാതപ്പെട്ട് വിടരുമ്പോൾ നമ്മെ ബലത്തോടെ നമുക്ക് സമ്മാനങ്ങൾ, ദൈവത്തിന്റെ ഗിഫ്റ്റുകൾ ദൈവത്തിന് നൽകി തന്ന്
എന്തെല്ലാം കാര്യങ്ങളെ ഓരോ ദിവസവും അഭിമുഖീകരിക്കണം അറിയത്തില്ല. അസൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, നിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പ്, അന്നത്തെ ദിവസത്തെ മന്ന നൽകി നമ്മെ പരിപോഷിപ്പിക്കുന്ന, ആ ജീവന്റെ മന്ന നൽകി നമ്മെ ബലപ്പെടുത്തുന്ന ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.